ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ ഒരു പ്രമോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അടുത്ത ആഴ്ച നമ്മൾ കിട്ടില്ല നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ വിശേഷത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. നമ്മുടെ വേണിയും ആദർശം തമ്മിലുള്ള ആ പിണക്കങ്ങളും എന്താ പറയുക, നല്ല ഇണക്കങ്ങളും പ്രണയ മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പം നമ്മുടെ ശങ്കരപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ ലാസ്റ്റ് അവസാനിച്ച് നമ്മൾ കണ്ടത് നമ്മുടെ രാധാമണി തങ്കച്ചി എന്തോ പണി ഒപ്പിക്കാനായിട്ട് ഗൗരിക്കിട്ട് പണി കൊടുക്കണം, ഇവൾ ഗർഭിണിയല്ല എന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഞാൻ ഏതറ്റത്തെ കളിക്കും എന്നൊക്കെ തീരുമാനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പണി തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൗരിയാണെങ്കിൽ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിലവിളക്കൊക്കെ കത്തിച്ച്. ഈ സമയം രാധാമണി തങ്കച്ചി അമ്മക്കല്ല് കൊണ്ടുപോയി ചാരി ഇങ്ങനെ സൈഡിൽ വച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്നിട്ട് നേരെ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവിടെ പടഞ്ഞങ്ങി ഇരുന്നിട്ട് ഈ കാല് ഈ അമ്മിക്കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ തിരികെ അപ്പുറത്ത് വരെ കയറ്റി. എന്നിട്ട് ഒച്ചയ്ക്ക് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ കാലൊടിഞ്ഞേ, ഓടി വരണേ, ആരെങ്കിലും വരണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ചു. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് ഗൗരി ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ. അമ്മേ, എന്തമ്മേ, എന്തു പറ്റി എന്ന് ചോദിച്ചു. അയ്യോ, എൻ്റെ കാലൊടിഞ്ഞെന്നാണ് തോന്നുന്നത്, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്, എന്തോ പണിയായി കാണിച്ചത്, മനഃപൂർവ്വം എൻ്റെ കാലൊടിക്കാൻ തന്നെ ആരോ ചെയ്ത പണിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചൂടായി. അപ്പോഴത്തേനും വേഗം തന്നെ ഗൗരി, അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഗൗരി എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഓർത്തില്ല, വേഗം തന്നെ നമ്മുടെ രാധാമണി തങ്കച്ചിനെ പിടിച്ച് പൊക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊക്കി. അപ്പോൾ രാധാമണി തങ്കച്ചിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് അപ്പോൾ രാധ ഭയങ്കര അഭിനയം കാഴ്ചവെക്കുകയാണല്ലോ. ഈ സമയത്ത് ബാക്കി നമ്മുടെ കമലയും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരിയും ഒക്കെ കൂടെ വന്നു. എന്താ കൊച്ചമ്മേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ആരാ ഇവിടെ കൊണ്ടുവച്ചത്, മനഃപൂർവ്വം എൻ്റെ കാലൊടിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത പരിപാടിയാ എന്ന് പറഞ്ഞു. ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ, ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞതിന് പകരം എന്നോട് പ്രതികാരം ചെയ്താണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്കിട്ടൊരു തട്ടാണ് തട്ടിയതെന്ന് ഗൗരിക്ക് മനസ്സിലായി. അപ്പോൾ ഗൗരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അമ്മേ, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണി തങ്കച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചത്, ഈ സാധനം എടുത്ത് പുറത്ത് കളയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഗൗരി, നിന്നോടല്ലേ പറഞ്ഞത്. അപ്പോൾ വേഗം തന്നെ ഗൗരി എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മിക്കല്ലെടുത്ത് നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ രാധാമണി തങ്കച്ചി എന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൗരിക്ക് ഗർഭിണിയാണെങ്കിൽ ഇങ്ങനത്തെ വെയിറ്റൊന്നും വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവളെ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ അലസി പോവും, അങ്ങനെ ഇപ്പോൾ ഇവൾ സുഖിക്കണ്ട, നിൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പോൾ ഗൗരി ഇതെടുത്ത് ഒരു കുസലും ഇല്ലാതെ കൊണ്ടുവച്ചു. എന്നിട്ട് അമ്മേ, കാലിന് ഞാൻ ചൂട് പിടിച്ച് തരട്ടെ, വേദനയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഗൗരി പോയി കുറച്ച് ഓയിൽമെൻ്റൊക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ രാധാമണി തങ്കച്ചിയുടെ കാലിലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ട് കമല വന്നിട്ട് അപ്പോൾ ഉടനെ തന്നെ രാധാമണി തങ്കച്ചിയുടെ വാടങ്ങിയിരിക്കില്ലല്ലോ, വേഗം ചോദിക്കുകയാണ്, അല്ല ഗൗരി, നീ ഒന്നുമില്ലെങ്കിലും ഗർഭിണിയല്ലേ, ഈ കല്ലെടുത്ത് പുറത്ത് കൊണ്ടുപോകാൻ പാടുണ്ടായിരുന്നോ, വെയിറ്റൊന്നും പൊക്കരുതെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗൗരിക്ക് ബോധം വന്നത്. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്താ മണ്ടത്തര കാണിച്ചത്. അപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായതുകൊണ്ട് ഗൗരി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധാമണി തങ്കച്ചി, ഒരു ഗർഭിണിയായ പെണ്ണ് ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോഴത്തേനും കമല ചോദിക്കുകയാണ്, ഗൗരി നീ എന്ത് പണിയായി കാണിച്ചതാ, ഞാനാണെങ്കിൽ അന്ന് ഗ്യാസ് കുറ്റിയൊന്നും പൊക്കി വെക്കാൻ നോക്കിയപ്പം നീ സമ്മതിച്ചില്ലല്ലോ, എന്നിട്ട് നീ പോലും ഇപ്പം വിവേകമില്ലാതെ ഇങ്ങനത്തെ ഒരു പണി കാണിക്കാൻ കൊള്ളായിരുന്നോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇല്ല കമലയെടുത്തി, അതിന് ഗർഭിണിയാണെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നൊരു തട്ടുകൂടെ രാധാമണി അങ്ങ് തട്ടി. അപ്പോൾ തൊട്ട് ഒന്നും മിണ്ടിയില്ല. ഗൗരി നേരെ റൂമിലേക്ക് കയറിപ്പോയി. പിന്നെ നമ്മൾ കാണും നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണി എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീപയും കൂട്ടിക്കൊണ്ടാണല്ലോ ഷോപ്പിങ്ങിന് പോയിരിക്കണത്. അപ്പോൾ ആദർശമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടോ, ഇവർ നോക്കുന്നുണ്ടോ, എന്താ കാണിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു തിടുക്കത്തിലാണ്, തത്രപ്പാടിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വെപ്രാളം പിടിച്ച് ആകെ അങ്കലാപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും എല്ലാവരോടും അത് ഡ്രസ്സ് എടുക്കാനായിട്ട് വേണിക്ക് ലേഡീസ് ഐറ്റംസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ ദീപേനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ചെന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദർശ് അങ്ങനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല കേട്ടോ. ആദർശിൻ്റെ വഴിക്ക് അങ്ങ് പോണു. പക്ഷേ എങ്കിൽ ദീപ എപ്പോഴും നമ്മുടെ ആദർശിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സാരി ഇങ്ങനെ സെലക്ട് ചെയ്തു, കുറേ എടുത്തിട്ടു. പക്ഷേ എങ്കിൽ വേണിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ വേണി നോക്കിയിട്ട് ദീപയോട് പറയണം, ദീപേ നീ എനിക്ക് സെലക്ട് ചെയ്യാനല്ലേ വന്നത്, എന്നിട്ട് നീ എന്താ നോക്കാത്തത്, ഇതും കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞു.
അപ്പോൾ ആദർശ് ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും വേഗം തന്നെ വേണി ചോദിക്കുകയാണ്, മതാപ്പേ ഒന്ന് നോക്ക് മതാപ്പേ, ഇതിനകത്ത് ഏതാ നല്ലത്, എനിക്ക് ഏതാ ഇത് നന്നായി ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല, നിങ്ങളെന്താ ഈ രാഷ്ട്രീയക്കാർ പറയണത് പോലെ കൊള്ളാം, കുഴപ്പമില്ല, ശരിയാക്കാം എന്നുള്ള മട്ടേ സംസാരിക്കുന്നത്, നന്നായി സംസാരിച്ചൂടെ, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്, നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ, അപ്പം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലാ കൊള്ളുക, ഏത് ഡ്രസ്സ് ഇട്ടാലാ കൊള്ളുകയില്ലാത്തത് എന്നൊക്കെ നിങ്ങൾക്കൊരു അഭിപ്രായം ഇല്ലേ, ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചു. വേണി, നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ ഡ്രസ്സ് ധരിക്കാറ്, എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് വന്ന ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൻ്റെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് പെങ്ങളുടെ അളവിനല്ലേ മേടിച്ചത്, എൻ്റെ അളവിനാണോ നിങ്ങൾ മേടിച്ചത്? അല്ലല്ലോ, എന്താ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു വേണി, ഇത് കടയാണ്, ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കാനല്ല നമ്മൾ വന്നത്, നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ സെലക്ട് ചെയ്തിട്ട് വാ, ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ആദർശ് അവിടുന്ന് സ്കൂട്ടായി. അപ്പോൾ കടയിൽ നിന്നൊരു പ്രശ്നം വേണ്ടല്ലോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ദീപയുടെ നോട്ടം അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ കണ്ടു. ഇതും കൂടെ കണ്ടപ്പോൾ തന്നെ വേണ്ട കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതിനെ ശരിയാക്കി തരാടി, ഇന്നത്തോടെ ആദർശേട്ടൻ്റെ മനസ്സിൽ നിന്ന് ഇവളെ ഞാനെടുത്ത് ചവിട്ടി പുറത്താക്കും, ഇവൾ കാരണമാണ് എനിക്ക് ഒരു കാരണവശാലും ആദർശേട്ടൻ മനസ്സിലൊരു ഇടം തരാത്തത് എന്നൊക്കെ പറഞ്ഞ് ആകെ വെപ്രാളം പിടിച്ചു, പരവേശം പിടിച്ചു. അപ്പോൾ അത്യാവശ്യം സെലക്ടൊക്കെ ചെയ്ത് ഇവർ നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ ദേവിയമ്മ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണെങ്കിലും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യണം, അതിനൊന്നും ഒരു മുടക്കവും വരുത്തരുത്, 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് ദേവിയമ്മ പറഞ്ഞിരുന്നത്. അപ്പോൾ ദേവിയമ്മ പറഞ്ഞതനുസരിച്ച് ചാരങ്ങാട്ട് വീട്ടിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. അപ്പോൾ ദേവിയുമായും അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ മഹാദേവൻ. ആ മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പൂജകളും വഴിപാടുകളും ഒക്കെ നമ്മുടെ കമലയെ കൊണ്ടും ഒക്കെ ചെയ്തു. പക്ഷേ ദേവിയമ്മയ്ക്ക് ഇപ്പോഴും ഗൗരി ഗർഭിണിയല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് എത്തുന്നത്. അപ്പോൾ പിന്നെ ആകെ ഒരു അങ്കലാപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദേവിയമ്മ പറയാണ്, ഗൗരി സത്യം പറയണം, ഈ ഒരു പൂജയിൽ പങ്കെടുക്കണമെങ്കിൽ ഗർഭിണികൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം സത്യത്തിൽ കൈവിട്ട് പോവാണോ, അപ്പം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെയായി. ആകെ എല്ലാവരുടെയും മുൻപിൽ കുറ്റക്കാരിയായിട്ടാണ് നമ്മുടെ ഗൗരി നിൽക്കുന്നത്. ഇവർക്ക് ആർക്കും വിശ്വാസമില്ല ഗൗരി ഗർഭിണിയാണെന്ന്. പക്ഷേ എങ്കിൽ ശങ്കറിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ശങ്കർ ഒന്നും ഗൗനിക്കണ്ട എന്നുള്ള മട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഗൗരിയെ പക്ഷേ ഇത് വല്ലാണ്ട് അലട്ടുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ സത്യം എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുക? അപ്പോൾ പറഞ്ഞാൽ ശങ്കറിന് അതൊരു പിണക്കാകും എന്നും തോന്നി കേട്ടോ. അപ്പോൾ ആകെ പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്ന് ഗൗരിക്ക് അറിയില്ല, പറയണോ വേണ്ടയോ എന്നൊക്കെ. അപ്പം പിന്നെ മഹാദേവൻ അപ്പോൾ ഈ ദേവിയമ്മ പറയുന്നുണ്ട് കേട്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ രാധയും പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ അപ്പം തൊട്ട് പറയുന്നത്, ഗർഭിണികൾ കാണുന്ന ഒരു കുഴപ്പവും ഈ പറയുന്ന ഗൗരിക്കില്ല, അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇവൾ ഗർഭിണിയാണെന്ന്, ഇവൾ നമ്മളെ പറഞ്ഞു പറ്റിക്കാം. ഉടനെ തന്നെ മഹാദേവൻ നമ്മുടെ ശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, എടാ ശങ്കറെ, നീ സത്യം പറ, ഇവർക്കെല്ലാവർക്കും സംശയമുണ്ട്, ശരിക്കും ഗൗരി ഗർഭിണി തന്നെയല്ലേ, നീ പറഞ്ഞാൽ കുട്ടിശങ്കര അച്ഛന് വിശ്വാസ എന്ന് പറഞ്ഞു. അച്ഛന് വിശ്വാസമാണെങ്കിൽ ഇവർ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട, ഗൗരിയോടുള്ള ദേഷ്യം കൊണ്ടാ അമ്മ പറയണത്, അമ്മ അവളെ ജീവിക്കാൻ അനുവദിക്കില്ല, അച്ഛൻ അമ്മയെ തല്ലിയത് ഗൗരി കാരണമാ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയ്ക്ക് ആകെ വാശി. ഇന്നലെ തന്നെ അച്ഛൻ അറിയോ അമ്മ എന്തൊക്കെയാ ഗൗരിയെ പറഞ്ഞതെന്ന്? ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടായോ? എടി രാധേ, നിന്നോട് ഞാൻ പറഞ്ഞു തനി അമ്മായിയമ്മ കളിക്കരുത് എന്ന്. നീ അമ്മായിയമ്മ കളിക്കാൻ നിന്നാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയതിൻ്റെ ബാക്കി കിട്ടും നിനക്ക്. അപ്പോൾ ദേവിയമ്മ കയറി ഇടപെട്ട്, വേണ്ട എന്നാൽ പിന്നെ പൂജ ബാക്കി തുടങ്ങാം എന്നുള്ള മട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ പൂജയൊക്കെ വളരെ ശുഭവും മംഗളമൊക്കെ ആയിട്ട് എല്ലാം നിറവേറ്റി. അപ്പോൾ പോകാൻ നേരത്തെ ദേവിയമ്മ നമ്മുടെ ശങ്കറിൻ്റെ കയ്യിലൊരു സാധനം കൊടുത്തു. മോനെ ശങ്കറെ, നീ ഇങ്ങ് വാ, ഇതുണ്ടല്ലോ, ഇത് നിൻ്റെ റൂമിൽ കൊണ്ടുപോയി നീ വെക്കണം, എന്നിട്ട് ഇത് വളരെ ഭദ്രമായിട്ട് വെക്കണം എന്ന് പറഞ്ഞ് ഒരു സാധനം നമ്മുടെ ശങ്കറിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. ആ സാധനം ആ ഒരു കാരണവശാലും ഗൗരി കാണാൻ ഇടവരുത്തരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് പറയുന്നത്? നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. ദേവിയമ്മ അല്ലേ പറയണത്, ഒന്നിനും ഒരു മുടക്കവും വരുത്തരുത്. അത് മാത്രമല്ല, അപ്പോൾ ദേവിയമ്മ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്, ഞാൻ തന്ന ആ മരുന്ന് അത് നിങ്ങൾ കഴിച്ചിരുന്നോ? കമലേ, ഞാൻ മുടങ്ങാതെ കഴിച്ചു എന്ന് പറഞ്ഞു. ഗൗരിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഒന്നും മിണ്ടുന്നില്ല. അതോട് കണ്ടപ്പോഴത്തേനും ശരിക്കും മഹാദേവനെ ദേഷ്യമായി കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമല്ലേ, എപ്പോഴും നീ ഇവളുടെ പിറകെ ഉണ്ടല്ലോ. അപ്പോൾ ദേവിയമ്മ തരുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങാതെ വേണ്ട ചെയ്യാനായിട്ട്. ദേവിയമ്മ ആരാണെന്ന് നിനക്കറിയാലോ, ദേവിയമ്മ പറഞ്ഞാൽ അച്ചട്ട എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആകെ സങ്കടത്തിലും ധർമ്മസങ്കടത്തിലും ഒക്കെയായി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഗൗരിയാണ് ആകെ പെട്ടിരിക്കുന്നത്. ഗൗരിക്ക് ഒഴിവാകാനും പറ്റില്ല, ഒഴിവാകാതിരിക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി ഗൗരി. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വേണിയും ആദർശും അതുപോലെ തന്നെ ദീപയും കൂടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ, ഷോപ്പിംഗ് ഒക്കെ കൊള്ളായിരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ അത് എന്നെക്കാൾ കൂടുതൽ ആസ്വദിച്ചത് ആദർശേട്ടനല്ലേ എന്നാണെങ്കിലും ദീപ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആദർശേട്ടന് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും വന്നപടി അപ്പോൾ ദീപയെ ഒരുമാതിരി കുത്തിയാണ് നമ്മുടെ വേണി വർത്തമാനം പറയുന്നത് കേട്ടോ. അപ്പം അയ്യോ എന്താ വേണി ഇങ്ങനെ സംസാരിക്കുന്നത്, വേണി വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്, ഞാൻ വിളിച്ചിട്ടായിരിക്കും വന്നത്, പക്ഷേങ്കിൽ നീ കാരണം എൻ്റെ കുടുംബജീവിതം ഇല്ലാതായിരിക്കുന്നത് അറിയോ നിനക്ക് എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തെന്നാണ് പറയണത്, നീ ആദർശേട്ടനെ നോക്കുന്നതും അങ്ങനെ നോക്കി നിൽക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഇതേ എൻ്റെ ഭർത്താവാ, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ച് നമ്മുടെ ദീപയുടെ കുത്തിന് കയറി പിടിച്ചു. മുടിക്കുത്തിന് കയറി തന്നെ വേണി പിടിച്ചു. എനിക്ക് പിന്നെ ഒരു മയവും ഇല്ലല്ലോ. അപ്പോഴേക്കും ശ്യാം സാറും നന്ദിനിയമ്മയും മുത്തശ്ശിയും ഒക്കെ കയറി ഇടപെട്ടു. വേണിമോളെ നീ എന്ത് കാണിക്കുന്നത്, വിടവളെ എന്ന് പറഞ്ഞു. നന്ദിനിയമ്മ മാറി നിൽക്കുക, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അപ്പം ആദർശ് പറഞ്ഞു, വേണി നീ എന്ത് കാണിക്കുന്നത്, നീ വിടവളെ എന്ന് പറഞ്ഞു. നിങ്ങളെ മിണ്ടരുത് മത്താപ്പേ, നിങ്ങൾ ഒരുത്തൻ ഇവളെ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ വേണ്ടാത്തത്, ഞാൻ നിങ്ങളുടെ മനസ്സിലില്ലാത്തത് ആ ഒരു കാര്യം കൊണ്ടല്ലേ, ഇവളല്ലേ നിങ്ങളുടെ മനസ്സ് നിറച്ച്, എനിക്കതറിയാം എന്ന് പറഞ്ഞു. വേണി നീ എന്തൊക്കെ പിച്ചും പെയ്യാ പറയണത്, വേണ്ട എനിക്ക് ഒന്നും പറയണ്ട, നിങ്ങളുടെ രണ്ടുപേരുടെയും നോട്ടവും പിന്നെ നിങ്ങൾക്ക് എന്നോടുള്ള വെറുപ്പും ഒക്കെയുള്ള കാരണം ഇവൾ ഒറ്റയൊരുത്തിയ എന്ന് പറഞ്ഞ് ആകെ കലബല കൂട്ടി പ്രശ്നമാക്കി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പ്രശ്നമൊക്കെ പരിഹരിച്ച് ഒരു തരത്തിൽ വേണീനെ വിടിയിപ്പിച്ച് ദീപ അവിടുന്ന് പോയി. ഇനി ഞാൻ മേലിൽ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ ഉള്ള മട്ടിലാണ് ദീപ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് കേട്ടോ. ആദ്യം ആദർശിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ അത് കഴിഞ്ഞ് ആദർശ് വിഷമിച്ചിരിക്കുന്നപ്പോഴത്തേനും നന്ദിനിയമ്മ ചെന്നിട്ട് നന്ദിനിയമ്മ പറയാണ്, മോനെ ആദർശേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവളൊരു പെൺകുട്ടിയാണ്, നിൻ്റെ ഭാര്യയാണ്, അവൾക്ക് കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് വന്നൊരു പെൺകുട്ടി, അതുമാത്രമല്ല എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഈ ചുരുങ്ങിയ സൗകര്യത്തിൽ ജീവിക്കുന്നവളവൾ. അപ്പം പിന്നെ നീയും കൂടെ മാനിച്ചെങ്കിൽ അവളെ നല്ല കുട്ടിയാക്കി എടുക്കാൻ പറ്റുമോ ആദർശേ, നീ ആദ്യം അത് മനസ്സിലാക്കുക, നിൻ്റെ സ്നേഹം അവളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, അത് നീ എന്താ മനസ്സിലാക്കാത്തത്, നീ ഒന്ന് അവളോട് സ്നേഹത്തോടെ ഇടപെട്ട് നോക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അമ്മേ അത് വേണ്ട, ഒരു പെണ്ണിൻ്റെ മനസ്സ് മാറ്റാൻ എളുപ്പമാടാ, ഒന്ന് സ്നേഹിച്ചാൽ മതി, അവൾ നന്നായിക്കോളും എന്ന് പറഞ്ഞു. അവസാനം ആദർശ് ആ പണിയും പയറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും പിണക്കങ്ങളൊക്കെ മാറി അവർ ഭയങ്കര സന്തോഷത്തിലേക്ക് ജീവിതത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് വിചാരിച്ചു, പെങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനാ ജീവിതം മാറ്റി വെക്കുന്നത്, അവളുടെ ജീവിതം തിരഞ്ഞെടുത്തു, അവൾക്ക് ഒരു കുഞ്ഞു വരിയായി, ഇനി ഞാൻ എന്തിനാ ജീവിതം മാറ്റി വെക്കുന്നതെന്ന് ആദർശും മനസ്സിൽ വിചാരിച്ച് ഇവർ രണ്ടുപേരുടെയും പിണക്കങ്ങളൊക്കെ മാറി. അതിനുശേഷം ആ മത്താപ്പേ എന്ന് വിളിക്കുമ്പോൾ ആദർശ് എന്തോ എന്ന് വിളി കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കേക്കൽ അപ്പോൾ രണ്ടുപേരുടെയും ഇടയിൽ ആ മഞ്ഞക്ക് ഉരുകി വേണി നല്ല സുന്ദരി കുട്ടിയായിട്ട് മാറുകയാണ്. വേണി ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആദർശിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വേണിക്ക്, പക്ഷേ എങ്കിൽ ആദർശാണ് സ്നേഹിക്കാതിരുന്നത്. അപ്പോൾ വേണിയുടെ സ്വഭാവമെല്ലാം മാറി നല്ല ആദർശിന് പറ്റുന്നൊരു പെൺകുട്ടിയാക്കി തന്നെ നമ്മുടെ ആദർശം മാറ്റിയെടുക്കുകയാണ് വേണീനെ. അപ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലെ മോളാണോ എന്ന് പോലും അറിയാത്ത മട്ടിലാണ് ഇനി വേണിയുടെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഗൗരീനെ ഇനി വശത്താക്കാനായിട്ട് ശങ്കർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശങ്കർ ഗൗരി അറിയാതെ നമ്മുടെ ദേവിമാ തന്ന സാധനങ്ങൾ അവിടുത്തെ ഭദ്രമായി വച്ചു. എന്നിട്ട് നേരെ റൂമിൽ ചെന്ന് ഗൗരിയുടെ ബലമായിട്ട് തന്നെ നീ ഇനിയിപ്പോൾ നിൻ്റെ ആഗ്രഹം നോക്കി എന്നിട്ട് കാര്യമില്ല, എൻ്റെ ആഗ്രഹം നടക്കണം എന്നൊക്കെ മട്ടിൽ ബലം പ്രയോഗിച്ച് നമ്മുടെ ഗൗരിയുടെ ആ ഒരു കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരികയാണ്. നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.